ഇറാൻ വലിയ അഗ്രഷനാണ് നടത്തിയിരിക്കുന്നത് എന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക കുറ്റപ്പെടുത്തുന്നു, ബ്രിട്ടൻ കുറ്റപ്പെടുത്തുന്നു, ചെക്കോസ്ലോവാക്യ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ വലിയ തോതിലുള്ള കുറ്റപ്പെടുത്തലുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇറാനെ ദീർഘനാളായി ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വസ്തുത മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇത് ഇസ്രായേലിന് കിട്ടിയൊരടി, ഇസ്രായേൽ പ്രതീക്ഷിക്കാത്തൊരടി എന്ന് നമ്മളിതിനെ കാണണം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധസമുച്ചയത്തിനകത്താണ് ഈ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസിനെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവിടെ 3 പ്രധാനപ്പെട്ട വൻ ശക്തികൾ, അമേരിക്ക, റഷ്യ, ചൈന, 3 പേരുടെയും താല്പര്യങ്ങൾ അവിടെയുണ്ട്. 4ാമത് ഇന്ത്യയെ കൂടി ആ ഗണത്തിൽ പെടുത്താവുന്നതാണ്. കാരണം ആ മേഖലയിലുള്ള ഇന്ത്യൻ താല്പര്യവും വിവിധ രാജ്യങ്ങളിൽ ഭാരതം ചെലുത്തുന്ന സ്വാധീനമൊക്കെ കണക്കാക്കുമ്പോൾ ഒരു വൻശക്തി എന്ന നിലയിൽ തന്നെ പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഇടപെടാവുന്ന ശേഷി ഇന്ത്യയും കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൻശക്തികളുടെ താല്പര്യങ്ങളുമായി നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടിട്ടാണ് അവിടെയുള്ള ഓരോ സംഘർഷങ്ങളും അരങ്ങേറുന്നത്. ഇതൊരു ഇസ്രായേൽ ഇറാൻ സംഘർഷം യഥാർത്ഥത്തിൽ ഒക്ടോബർ 7 തുടങ്ങിയിട്ടുള്ള ഹമാസിൻ്റെ ആക്രമണം, അതിനോടുള്ള ഇസ്രായേലിൻ്റെ അതിര് കവിഞ്ഞ പ്രതികരണം, ഇതിൻ്റെ എല്ലാം പിന്നിൽ അദൃശ്യ ശക്തിയായിട്ട് ഇറാനുണ്ട്. കാരണം 1973 അറബ് ഇസ്രായേലി സംഘർഷം അവസാനിക്കുന്നത്. അറബ് രാജ്യങ്ങൾ ഒരു കൂട്ടമായി, ഒരു ഫ്രണ്ടായി ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്ന സാഹചര്യം അവസാനമായി ഉണ്ടാകുന്നത് 1973 അറബ് ഇസ്രായേലി സംഘർഷമാണ്. അതിന് നായകത്വം വഹിച്ച രാജ്യം ഈജിപ്താണ്. 48 യുദ്ധം, 67 6 ഡേ വാർ, 1973 യുദ്ധം, അതിൻ്റെ ഇടയ്ക്ക് 1956 സൂയസ് ക്രൈസിസ് ഉണ്ടാകുന്നുണ്ട്. അതിൽ പക്ഷേ ഫ്രഞ്ച് ബ്രിട്ടീഷ് സൈന്യം ഈജിപ്തിനെ ആക്രമിക്കുകയും അതിലേക്ക് ഇസ്രായേൽ ചേരുകയും ചെയ്ത ഒരു സംഘർഷമായിരുന്നു അത്. അപ്പോൾ ഈ 4 സംഘർഷങ്ങൾ എടുത്താലും അതിൽ 4ലും നെടുനായകത്വം വഹിച്ചത് ഈജിപ്താണ്. എന്നാൽ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഹെൻറി കിസിഞ്ചറുടെ അസാമാന്യമായ നയതന്ത്ര വൈദഗ്ധ്യം, അത് നയതന്ത്രത്തെയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ നമുക്ക് വേറൊരർത്ഥത്തിൽ കാണിക്കേണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഷട്ടിൽ ഡിപ്ലോമസി വിജയം കണ്ടു. 1978 സെപ്പറേറ്റ് പീസ് വിത്ത് ഇസ്രായേൽ. അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ വിരുദ്ധ നിലപാടെടുക്കുമ്പോൾ ഈജിപ്ത് മാത്രം ഇസ്രായേലുമായി പ്രത്യേകം ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ഇസ്രായേലുമായിട്ടുള്ള സംഘർഷത്തിൽ നിന്ന് പിന്മാറി. അതിനുശേഷം പിന്നെ ഏകപക്ഷീയമായ ഇസ്രായേൽ ആക്രമണം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. 82 ബെയ്റൂത്ത് ആക്രമണം, പിന്നെ 2008 2012 2014 ഇപ്പോഴത്തെ ഗസ യുദ്ധം, ഇതെല്ലാം ഏകപക്ഷീയമായ ഇസ്രായേൽ ആക്രമണങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഒരു സ്ഥിതി മാറിയത്, ഇറാൻ എന്ന രാജ്യം നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ഇസ്രായേലുമായി സംഘർഷത്തിലേർപ്പെടുകയും ചെയ്യുന്നു എന്നത് സ്ഥിതി മാറി. പണ്ട് ഈജിപ്ത് എങ്ങനെയാണോ അറബ് ഇസ്രായേലി സംഘർഷത്തിൽ ഇടപെടുകയും അറബ് രാജ്യങ്ങളുടെ ഒരു മുന്നണി ഇസ്രായേലിനെതിരായിട്ട് നയിച്ചത്, സമാനമായ രീതിയിൽ ഇറാൻ ഒരു ഇസ്രായേൽ വിരുദ്ധ മുന്നണിയെ നയിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി യഥാർത്ഥത്തിൽ ഇറാൻ തന്നെയാണ് ഈ ഫ്രണ്ടിനെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ ഇറാൻ പിന്നിലാണ്, അതൊരിക്കലും മുൻനിരയിലുണ്ടായിരുന്നില്ല. ഇറാൻ്റെ പ്രോക്സീസ്, ഇറാൻ്റെ സഖ്യശക്തികൾ, ഇവർ നിരന്തരമായി ഇസ്രായേലുമായി സംഘർഷത്തിലേർപ്പെടുന്നു. ഇപ്പോൾ ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ശാസ്ത്രീയമായി അവർക്ക് നടപ്പാക്കാൻ സാധിച്ചതിന് പിന്നിൽ ഇറാൻ്റെ ബുദ്ധിയുണ്ട്, ഇറാൻ്റെ പരിശീലനമുണ്ട്, ഇറാൻ്റെ ആയുധങ്ങളുണ്ട്. അത് മാത്രമല്ല, ആ മേഖലയിലെ ഏറ്റവും ശക്തമായ മിലീഷ്യകളിലൊന്നാണ് ഹിസ്ബുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമാണ്. ഹിസ്ബുള്ളയ്ക്ക് പരിശീലനം കൊടുക്കുന്നതൊക്കെ ഈ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന ഒരു എലൈറ്റ് മിലിറ്ററി വിങ്ങാണ്. 1979 ഇറാനിയൻ വിപ്ലവത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു സൈനിക ദളമാണത്, ഈ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. അവരാണ് ഈ രാജ്യങ്ങളിലെല്ലാം ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ ഹമാസ്
ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്, അവർക്ക് നേരിട്ട് ബന്ധമുള്ളത് ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദുമായിട്ടാണ്. ഹമാസിന് എല്ലാവിധ പിന്തുണയും അവർ നൽകുന്നുണ്ട്. ഹിസ്ബുള്ള അവർക്ക് വേണ്ടി നേരിട്ട് പ്രവർത്തിക്കുന്ന ഒരു സായുധ സംഘമാണ്. അതുപോലെ ഹൂത്തികൾ ഇറാൻ്റെ പ്രോക്സീസാണ്, ഇറാന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആളുകളാണ്. ഇതോടൊപ്പം രാജ്യങ്ങൾ എന്ന നിലയിൽ എടുക്കുകയാണെങ്കിൽ ഇറാഖും സിറിയയും ഇറാനൊപ്പമാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ 5 രാജ്യങ്ങൾ ആണ്. ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ സാങ്കേതികമായി അത് 5 രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ്. ഈ 5 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഇറാനുണ്ട്, സിറിയ ഉണ്ട്, ഇറാഖ്, ലെബനൻ, യമൻ. ഇതിൽ യമനിൽ നിന്ന് ഹൂത്തികൾ, ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള. മറ്റ് 3 രാജ്യങ്ങളിലെയും സൈന്യം ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും ആ രാജ്യത്തിൽ നിന്നുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന മിലീഷ്യ, അവിടുത്തെ മിലീഷ്യയും സൈന്യവും തമ്മിൽ പോലും വ്യതിരിച്ച് അറിയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ആ മിലീഷ്യകൾ ഈ അറ്റാക്കിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കാണുന്നത് 1973 ശേഷം ഇറാൻ്റെ നേതൃത്വത്തിൽ രാജ്യങ്ങളുടെ ഒരു മുന്നണി ഫലസ്തീൻ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ അർത്ഥത്തിൽ അതിനൊരു സിംബോളിക് എഫക്റ്റ് ഉണ്ട്. പിന്നെ ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന നിലയ്ക്ക് നിലവിലുള്ള ശാക്തിക ബലബലത്തിൽ ഒരു മാറ്റവും ഇത് വരുത്തില്ല. ഇപ്പം താങ്കൾ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. 2 ജനറൽമാരടക്കം 7 പേര് കൊല ചെയ്യപ്പെടുകയും സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലുള്ള അവരുടെ കോൺസുലേറ്റാണ് അറ്റാക്ക്. ഒരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കോൺസുലേറ്റ് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരു അക്രമം നടക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരായി ഒരു റെസ്പോൺസ് കൊണ്ടുവന്നില്ല എങ്കിൽ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇറാന് നിൽക്കാൻ സാധിക്കില്ല. അതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. നിങ്ങളെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, അതാണ് അർത്ഥം. അപ്പോൾ അതിനൊരു പ്രതികരണം തീർച്ചയായിട്ടും ഉണ്ടാകാതെ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുൻകൂട്ടി നിശ്ചയിച്ച് ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുന്ന സമയവും സാഹചര്യവും എല്ലാം അമേരിക്ക മുൻകൂട്ടി തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരോട് യാത്ര ചെയ്യേണ്ട എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഈ രൂപത്തിൽ ഒരു രഹസ്യമായ ഒരു ആക്രമണമൊന്നും ആയിരുന്നില്ല. പക്ഷേ വലിയൊരു എഫക്റ്റൊന്നും ആ ആക്രമണം കൊണ്ട് ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ നെഗവ് മേഖലയിലുള്ള ഒരു വ്യോമതാവളത്തിൽ മാത്രമാണ് ചെറിയ കേടുപാടുകൾ ഉണ്ടായത്. ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റത് ഒഴിച്ചാൽ ബാക്കി ഒരു മിലിറ്ററി പോയിന്റ് ഓഫ് വ്യൂവിൽ ആ സ്ട്രൈക്ക് കൊണ്ട് ഇസ്രായേലിൻ്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിനെയോ ഇസ്രായേലി സൈനികരെയോ ഏതെങ്കിലും തരത്തിൽ അത് ബാധിച്ചിട്ടില്ല. പക്ഷേ അത് സിംബോളിക്കലി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അകലെ കിടക്കുന്ന ഒരു രാജ്യമാണെങ്കിലും ഞങ്ങൾ നേരിട്ട് ആക്രമിക്കും, ഞങ്ങളുടെ താല്പര്യങ്ങൾ ഹനിച്ചാൽ എന്ന ഒരു സന്ദേശം കൊടുക്കാൻ ഇറാന് കഴിഞ്ഞു. ആ അർത്ഥത്തിൽ ഉള്ള ഒരു സിംബോളിക് വാല്യൂ ഈ അറ്റാക്കിനുണ്ട്.